ഒരുപാട് തരം കണക്കുകൾ, തൊഴിലില്ലായ്മ വളരെ വലുതാണ് എന്ന് പറയുന്ന കണക്കുകൾ ധാരാളം ലഭ്യമാണ്. പക്ഷേ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഏതാനും മാസം മുൻപോട്ട് വെച്ച ഒരു കണക്കുണ്ട്. ആ കണക്ക് തന്നെ നമുക്ക് നോക്കാം. 82.09% അഭ്യസ്തവിദ്യരുടെ തൊഴിലില്ലായ്മ ഇന്ത്യയിൽ എന്നാണ് ആ കണക്ക് പറയുന്നത്. എന്താണ് അഭ്യസ്തവിദ്യരുടെ തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? പ്രീ ഡിഗ്രിയോ അതിനുപരിയോ വിദ്യാഭ്യാസമുള്ളവർ, അവരുടെ ഇടയിലെ തൊഴിലില്ലായ്മ 82.09% എന്ന് പറയുമ്പോൾ ഏകദേശം 81% എന്ന് നമുക്ക് ഊഹിക്കാം. അങ്ങനെ അത്രയധികം തൊഴിലില്ലായ്മയുണ്ട് എന്ന് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനാണ് പറയുന്നത്. ഒരു ആഗോള പഠനത്തിൻ്റെ എല്ലാ പ്രാവശ്യവും അവർ ആഗോള പഠനം നടത്തും. അങ്ങനെ നടത്തിയ ആഗോള പഠനത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്കറിയാം, ഈ തൊഴിലില്ലായ്മ ഇങ്ങനെ കൂടാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഇന്ത്യയിൽ. 2016 നോട്ട് നിരോധനത്തോടുകൂടി MSME സെക്ടർ, അതായത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഒക്കെ നിലം പരിശായി പോയിരുന്നു. ഇന്ത്യയിലെ തൊഴിലിൻ്റെ 96% വരെ നമ്മുടെ തന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കണക്കനുസരിച്ച് തൊഴിലിൻ്റെ 96% വരെ കൊടുക്കുന്ന അത് MSME സെക്ടറാണ്. അതായത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് മേഖലയാണ്. ആ മേഖലയാണ് ഈ ഡിമോണിറ്റൈസേഷൻ കാരണം നിലം പരിശായി പോയത്.